വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് ഫസ്റ്റ് സം ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ പെസൻസ് റിവോൾട്ട് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ദ പെസൻസ് റിവോൾട്ട് എന്നുള്ളത് ഓൾസോ നെയ്മഡ് വാട്ടൈലേഴ്സ് റിബല്യൻ. ഈ ഒരു പെസൻസ് റിവോൾട്ട് എന്നുള്ളത് പെസൻസിൻ്റെയും കോമണേഴ്സിൻ്റെയും ഒരു പ്രക്ഷോഭമാണ് ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടുള്ള. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടാക്സ് നെയിംലി പോൾ ടാക്സ്. പോൾ ടാക്സ് എന്ന് പറയുന്നുള്ള ന്യൂ ടാക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ കാരണമായിട്ട് ഇംഗ്ലണ്ടിൽ വൈഡ് ഇമ്പാക്റ്റാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട്, കോമൺ പീപ്പിളിൻ്റെയും പെസൻസിൻ്റെയും ഇടയിൽ ഒരു അസംതൃപ്തിയും അതുപോലെ തന്നെ മിസറി ദുരിതവുമാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് ഈ ഒരു ടാക്സ്. ഏത് ടാക്സാണ്? പോൾ ടാക്സ്. ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടാക്സ് നെയിംലി പോൾ ടാക്സ്. ഇനി പാർലമെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, 3 പോൾ ടാക്സസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതിൽ മൂന്നാമത്തെ ടാക്സ് കാരണമായിട്ടാണ് ഈ ഒരു പെസൻസ് റിവോൾട്ടിലേക്ക് നയിക്കുന്നുള്ളത്. പാർലമെൻറ്റ് സ്റ്റാച്യു ഓഫ് ലേബറർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റാച്യു ഓഫ് ലേബറർ ഇഷ്യൂ ചെയ്യുന്നുള്ളത് വേജസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വേജസ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ട്രോങ് ലേബർ ഫോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാച്യു ഓഫ് ലേബറേഴ്സ് പെസൻസിൻ്റെയും വർക്കേഴ്സിൻ്റെയും വേജസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലോ വേജസും ഹെവി ടാക്സേഷനും എസ്പെഷ്യലി പോൾ ടാക്സസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മെനി പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അൺഫെയർ ടാക്സേഷനും അതുപോലെ തന്നെ പൈസക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിക്കുന്നതും കാരണമായിട്ട് അധികാരത്തിലുള്ളവർ അതോറിറ്റി ഈ ഒരു പൈസക്ക് വേണ്ടിയിട്ട് ഓടിക്കുന്നതും അതുപോലെ തന്നെ അൺഫെയർ ടാക്സേഷനും കാരണമായിട്ട് പെസൻസ് റിവോൾട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് പെസൻസിൻ്റെ ഇടയിൽ. റിലീജിയസ് ഫാക്ടേഴ്സും പെസൻസ് റിവോൾട്ടിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെയാണ് പ്ലേ ചെയ്യുന്നുള്ളത്. ഇംഗ്ലണ്ടിൽ പെട്ടെന്നൊരു റിലീജിയസ് ഗ്രൂപ്പ് എമേർജ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഗ്രൂപ്പിൻ്റെ നെയിം എന്നുള്ളത് ലൊല്ലാഡ്സ് ആണ്. ആ ഒരു ലൊല്ലാഡ്സിൻ്റെ ലീഡർ എന്നുള്ളത് ജോൺ വൈക്ലിഫ് ആണ്. ഫോളോവേഴ്സ് ഓഫ് വൈക്ലിഫ്, ജോൺ വൈക്ലിഫും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റിവോൾട്ടിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. മെഡീവൽ സൊസൈറ്റിയിലെ ചേർച്ച് എന്നുള്ളത് മോസ്റ്റ് പവർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പെസൻസ് റിവോൾട്ടിൻ്റെ പ്രൊമിനൻ്റ് ലീഡർ ആയിരുന്നു വാട്ടൈലർ എന്നുള്ളത്. ഇനി ഈ ഒരു സ്റ്റാച്യു ഓഫ് ലേബറിൻ്റെ ഇൻട്രൊഡക്ഷൻ കാരണമായിട്ട് സർഫിൻ്റെയും പെസൻസിൻ്റെയും ജീവിതത്തിൽ ഗ്രേറ്റ് മിസറീസ്, ഒരുപാട് ദുരിതങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റ് ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ വീഡിയോസൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ കാണാവുന്നതാണ്.